കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബ്രിഗേഡ് ഉള്ള ആളാണ്. കണ്ണൂർ ജില്ലയ്ക്കകത്ത് സുധാകരൻ്റെ വികാരമാണ്. മലബാർ മേഖലയിൽ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന ആളാണ്. മൂപ്പരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ ഏറെക്കുറെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അതിപ്പോൾ പ്രഖ്യാപിക്കില്ല. ഇവർക്ക് പൊളിറ്റിക്കൽ ഇംബാലൻസ് ഉണ്ടാവുന്നതിനെ തിരിച്ചു പിടിക്കാനും UDF ഒരു മൈലേജ് ഉണ്ടാക്കിയെടുക്കാനും കണ്ണൂർ മണ്ഡലത്തിൽ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം സഹായകരമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നാൽ സുധാകരൻ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനത്തുണ്ടാവും, പ്രധാനപ്പെട്ട ഒരു മന്ത്രി സ്ഥാനത്ത് തന്നെ ഉണ്ടാവും. മലബാറിലെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയ്ക്കകത്ത് വലിയ മാറ്റം ഉണ്ടാവും. ഇലക്ഷൻ്റെ ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയും. കേരള നിയമസഭയിൽ എന്തായിരുന്നാലും ഈ നിയമസഭയ്ക്കകത്ത് ഒരു ബ്രിഗേഡിയർ ഉണ്ടാവും എന്നുള്ളത് മാത്രം നമുക്ക് ഉറപ്പിച്ച് പറയാം. നമസ്കാരം. കണ്ണൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ MP രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തവണയും ഞാൻ കണ്ണൂരിൽ മത്സരിക്കുമെന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചത്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബ്രിഗേഡ് ഉള്ള ആളാണ്. ഒരു ബ്രിഗേഡിയറാണ് കെ സുധാകരൻ. KS ബ്രിഗേഡ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അപ്പോൾ മുമ്പൊരിക്കൽ സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചപ്പോൾ സതീശൻ പറഞ്ഞു ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണ് കാരണം. സണ്ണി ജോസഫ് പറഞ്ഞു ഞാൻ വെറും ഹവിൽദാറാണ് കാരണം. ക്യാപ്റ്റനെക്കാളും മേജറിനെക്കാളും ഹവിൽദാറിൻ്റെ മേലെയാണ് മറ്റേത്. ക്യാപ്റ്റനെക്കാളും കേണലിനെക്കാളും മേലുള്ള ആളാണ് ബ്രിഗേഡിയർ എന്ന് പറയുന്നത്. അതായത് ബ്രിഗേഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഗേഡിയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആർമി റാങ്കിങ്ങിനകത്ത് വളരെ ഡാറ്റ വെച്ചിട്ട് തന്നെ പറയാം. ആർമി റാങ്കിങ്ങിനകത്ത് 3000 തൊട്ട് 5000 വരെ സൈനികരെ നയിക്കുന്ന ആളാണ് ബ്രിഗേഡിയർ. ഒരു ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് കേണലിൻ്റെ മേളിലുള്ള പോസ്റ്റാണ്, മേജർ ജനറലിൻ്റെ താഴെയുള്ള പോസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കോൺഗ്രസിനകത്തെ ബ്രിഗേഡിയർ തന്നെയാണ് മൂപ്പര്. അതിൻ്റെ താഴെയാണ് സതീശനും ചെന്നിത്തലയും സണ്ണി ജോസഫ് എന്നൊക്കെ ഉള്ളത് അവരെന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവരെന്നെ ഓരോ ക്യാപ്റ്റനും മേജറെന്നൊക്കെ വിളിക്കുന്നത്. എന്നെ ആരും ഒന്നും വിളിക്കുന്നില്ല എന്നുള്ള പരാതിയൊന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം മറ്റൊരു സതീശനെ ആൾക്കാർ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നു, രമേശ് ചെന്നിത്തലിനെ ആരും ഒന്നും വിളിക്കുന്നില്ല. രമേശ് ചെന്നിത്തലിനെ ആരും അസഭ്യം പറയാത്തത് രമേശ് ചെന്നിത്തലിൻ്റെ മഹാഭാഗ്യം എന്ന് കൂട്ടിയാൽ മതി. കാരണം കോൺഗ്രസിനെ കൊണ്ടുപോയി കുപ്പിലിറക്കിയ മുഴുവൻ രമേശ് ചെന്നിത്തലയാണ്. ഈ കണ്ണൂർ മണ്ഡലം എന്ന് പറയുമ്പം 41 സീറ്റാണ് നിലവിൽ UDFനുള്ളത്. 71 സീറ്റ് എന്ന് പറയുന്ന മാജിക്കൽ സംഖ്യയിലേക്ക് എത്തിയാൽ മാത്രമേ ഭരണം പിടിക്കാൻ പറ്റുള്ളൂ. ഇനി വേണ്ട BJP ഒരു 5 or 6 സീറ്റ് പിടിച്ചു കൂട്ടിക്കോ. ഒരു 6 സീറ്റ് BJP പിടിച്ചു കഴിഞ്ഞാൽ 140, ബാക്കി 134 സീറ്റ്. 134 സീറ്റാണെന്നുണ്ടെങ്കിൽ തന്നെ ആ 134 സീറ്റിൽ ഏകദേശം 68 സീറ്റ് പിടിച്ചാലേ ഇവർക്ക് ഭരണം പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പം 41 68 എത്തിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും 27 സീറ്റ് പിടിക്കണം. ഇതെവിടെ നിന്ന് പിടിക്കുന്നുള്ള ചോദ്യമുണ്ട്. അവിടെ കണ്ണൂർ ജില്ലയ്ക്കകത്ത് സുധാകരൻ നിന്ന് കഴിഞ്ഞാൽ, കാരണം സിറ്റിംഗ് MP മത്സരിക്കേണ്ടതില്ല എന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് സുധാകരൻ രണ്ടും കൽപ്പിച്ച് പറയേണ്ടതാ. ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സുധാകരൻ പറഞ്ഞിട്ട് സുധാകരൻ എന്താ വെച്ചെന്നറിയോ, ഏറ്റവും ബലമൊന്നുമില്ല. ആള് ഈ CPMന്റെ EP ജയരാജൻ സഖാവിൻ്റെ മാതിരിയാ. ഭയങ്കര വലുപ്പുണ്ടെന്നുള്ളൂ. രണ്ടാൾക്കും നല്ല വലുപ്പുണ്ട്. മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാർക്കശ്യഭാവമാണ്. പക്ഷെ രണ്ടാളും ചെറിയ കുട്ടിയുള്ള മാതിരിയാണ്. നിഷ്കളങ്ക ഹൃദയങ്ങളാണ് രണ്ടെണ്ണം. ഒച്ചയും വിളിയും കാര്യങ്ങളും ബഹളവും ഒക്കെ ഇതാണെന്നുള്ളൂ. പിന്നെ മൈക്ക് കൂടി അസഭ്യം പറയണതിലൊക്കെ സുധാകരൻ്റെ സ്വഭാവം അറിയാലോ. അപ്പം തോന്നുന്ന കാര്യം അപ്പം പറയും, മനസ്സിൽ വെക്കൂല, ഒരു സാധനം മനസ്സിൽ വെക്കില്ല. EP ജയരാജൻ സഖാവും അങ്ങനെ തന്നെയാണ്. ഈ രണ്ടു പേർക്കുള്ള സമാനതകൾ അങ്ങനെയാണ്. രണ്ടാളുടെ വലുപ്പം, രണ്ടാളുടെ രാഷ്ട്രീയത്തിലെ രീതി, രണ്ടാളുടെ കർക്കശമായ നിലപാടുകൾ, രണ്ടാൾക്കും അതാത് പാർട്ടിയോടുള്ള വൈകാരിക ബന്ധം, അതാത് പാർട്ടിയിലുള്ള പ്രവർത്തകരോടുള്ള ബന്ധം, അതാത് പാർട്ടിയിലെ കുടുംബങ്ങളോടുള്ള ബന്ധം ഒക്കെ വളരെ തീവ്രമായി വൈകാരികമായി കൊണ്ടു നടക്കുന്ന നിഷ്കളങ്കരായ രണ്ടുപേരാണ്. പക്ഷേ ഒരാൾ കോൺഗ്രസിലായി, ഒരാൾ CPMലായി. EP ജയരാജൻ്റെ വെടിവെക്കാൻ വേണ്ടിയിട്ട് സുധാകരൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള വിഷയങ്ങളിലേക്ക് വരെ ആ ശത്രുത എത്തിത്തീർന്നു. ശത്രുത അവിടെ നിന്ന് ആരംഭിച്ചതല്ല. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ സുധാകരൻ പഠിക്കുമ്പോൾ പിണറായി വിജയനോടൊപ്പം പഠിക്കുന്നുണ്ട്. അന്നാണ് ഇവര് തമ്മിൽ കുസ്തി പിടിച്ച് അവിടെ തല്ലുകൂടിയ കഥ. പിന്നെ രണ്ടാളും മുഖ്യമന്ത്രിയും സുധാകരനും ഓരോ മണിക്കൂർ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു. കാരണം ഞാനൊരു പ്രത്യേക ആക്ഷനിൽ ശബ്ദം ഉണ്ടാക്കിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഞാൻ പിണറായി വിജയനെ ചവിട്ടിയെന്ന് കെ സുധാകരൻ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തല്ലുടി അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ തല്ലുടിയ കഥയാണ് ഈ വയസ്സുകാലത്ത് നിന്ന് പറയണതെന്നുള്ളത് ഊർക്കുബോധമല്ല. അപ്പോൾ എന്തായിരുന്നാലും കണ്ണൂർ ജില്ലയ്ക്കകത്ത് സുധാകരൻ്റെ വികാരമാണ്. മലബാർ മേഖലയിൽ തന്നെ എന്തൊക്കെ പറഞ്ഞാലും അത് CPMനോട് എതിരിട്ട് കായികമായും അതിജീവിച്ച് വന്ന ഒരാൾ എന്ന രീതിയിലാണ് സുധാകരൻ്റെ സവിശേഷത അവിടെ നിൽക്കുന്നത്. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഏറെക്കുറെ രാഹുൽ ഗാന്ധി പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഗ്രീൻ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. പക്ഷേ അതവർ പ്രഖ്യാപിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ സീറ്റിലും സെറ്റ് ചെയ്ത് ഇങ്ങനെ ആൾക്കാരെങ്ങനെ
ഒറ്റ പേരിലേക്ക് ഒതുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം പല ആൾക്കാരുടെ പേരുകൾ വന്നു, അങ്ങനെ വന്നിട്ട് പരസ്പരം ചർച്ചയൊക്കെ നടത്തിയിട്ട് ഓരോ മണ്ഡലത്തിലേക്ക് ഓരോരുത്തരുടെ പേര് ഇങ്ങനെ സെറ്റാക്കി ഇപ്പോൾ പൊന്നാനി നൗഷാദ് അലി, കൊല്ലത്ത് സൂരജ് രവി, അങ്ങനെ പിന്നെ ശബരിനെ ഒരു സ്ഥലത്ത്, പിന്നെ പിഷാരടിനെ കൊണ്ടുവരാനുള്ള അത് പിന്നെ വേറെ കളീൻ്റെ ഭാഗമാണ്. അങ്ങനെ ഓരോരുത്തരെ ഓരോ സീറ്റിക്ക് ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ആ സെറ്റാക്കി കൊണ്ടുവരുന്നത് മുഴുവൻ പൊളിയും. കാരണം എന്താ വെച്ചാൽ സുധാകരന് ഇളവ് കൊടുത്ത് നിയമസഭയ്ക്ക് മത്സരിപ്പിക്കുകയാണെങ്കിൽ അടൂർ പ്രകാശ് സിറ്റിംഗ് MP ആണ്. അടൂർ പ്രകാശിന് കോന്നിയിൽ നിന്നിട്ട് മത്സരിച്ചിട്ട് MLA ആയി മത്സരിച്ച് ജയിച്ച് മന്ത്രിയാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. നിയമസഭയ്ക്ക് പോയാൽ മന്ത്രിയാവാമല്ലോ, UDF ഭരണത്തിൽ വന്നാൽ. തമ്മിൽ കഴിഞ്ഞാൽ വരില്ല, അത് വേറെ കാര്യം. ഷാഫി പറമ്പിൽ പറയും എനിക്ക് പാലക്കാട് എന്ന് പറയും. വയനാട് MP സ്ഥാനത്ത് കിട്ടിയാൽ രാജിവെച്ചോളം, അവിടെ പിന്നെ വേറെ എന്തെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ പിന്നെ മാങ്കൂട്ടത്തിൽ തന്നെ അവിടെ ഫ്ലൈറ്റ്സ് ചെയ്യാനുള്ള ശ്രമം നടത്തും, ഗൂഢാലോചന നടത്തും. ഷാഫി പറമ്പിലിനും ക്യാബിനറ്റ് കയറാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ പിന്നെ ആൻ്റോണിക്ക് ആഗ്രഹം ഉണ്ടാവും. പത്തനംതിട്ട ജില്ലയിലെ പല മണ്ഡലങ്ങളും ഇത്തവണ ചിലപ്പോൾ മറിയാൻ സാധ്യതയുണ്ട് എന്നുള്ള സ്ഥിതിയിൽ പിന്നെ പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്നിട്ട് ആൻ്റോണിക്ക് നിയമസഭയ്ക്ക് മത്സരിച്ചിട്ട് മന്ത്രിയാവാന്നുള്ള ആഗ്രഹം ഉണ്ടാവും. കാരണം ആൻ്റോണിക്ക് റോബർട്ട് വധരയായിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ KC ആലപ്പുഴയിൽ വന്നിട്ടാണ് നിയമസഭയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ കനകൂലിൻ്റെ റിപ്പോർട്ട് തന്നെ പോയത് KCനെ കൊണ്ടുവരണം എന്നുള്ള. KC നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി. അതായത് ഇവരെല്ലാവരും കൂടി നിൽക്കുകയും മത്സരിക്കുകയും ജയിക്കുകയും UDF അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും MLA ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ MLA സ്ഥാനം പിറ്റേന്ന് രാജിവെച്ച് പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് പിന്നെ MP ആയിട്ട് വിടാമെന്ന് പറയാൻ പറ്റില്ല. കാരണം പിന്നെ ഇവിടെ ബൈ ഇലക്ഷൻ നടന്ന ആ സീറ്റാണ് പോയി കിട്ടും. അപ്പം മത്സരിക്കുകയും ജയിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ 1/2 ഡസനിലോളം മണ്ഡലങ്ങളിൽ കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ വീണ്ടും ബൈ ഇലക്ഷൻ വേണ്ടി വരും. ആ മണ്ഡലങ്ങളിൽ അതുപോൽക്ക് തിരിച്ചടിയാവും. കാരണം എന്ന് വെച്ചാൽ അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും കേരളക്കരയെ വലിച്ചടച്ചു. ഇവരൊക്കെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഈ ഇലക്ഷൻ വേണ്ട പൈസ അവരെ കയ്യിൽ നിന്ന് കിട്ടി വെക്കണം. കാരണം നമ്മളെ പൈസയ്ക്ക് എടുത്തിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഒരു ലോക്സഭയ്ക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്താന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറുപ്പിയാണ് ചിലവാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരിപ്പോൾ ചെയ്തിട്ടുള്ള ഇനിയിപ്പോൾ ഇവരൊക്കെ മത്സരിക്കുകയാണെന്ന് പറഞ്ഞാൽ രാജ്ഭവൻ ഉണ്ണിത്താൻ അവിടെ വെറുതെ വെക്കുമോ? മൂപ്പര് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ എന്നെ വൈക്കുന്ന കളഞ്ഞിട്ട് ഒന്നല്ലല്ലോ എന്ന് ചോദിക്കും. ഓൾക്കൊക്കെ മത്സരിക്കുമെങ്കിൽ എനിക്ക് മത്സരിച്ചുകൂടെ? ഞാൻ കേരളത്തിൽ ഇതുവരെ MLA മന്ത്രി ആയിട്ടില്ലല്ലോ എന്നുള്ളത് ഉണ്ണിത്താൻ ചോദിക്കും. ഉണ്ണിത്താനും പെട്ടെന്ന് മുറിയിലണ്ട. പിന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരൊക്കെ ആഗ്രഹം ഉള്ളിൽ ഒളിപ്പിച്ച് അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുകയും ലോബിയിങ് നടത്തുകയും ചെയ്യുമ്പോൾ സുധാകരൻ ഞാൻ പറഞ്ഞല്ലോ സ്വതസിദ്ധമായ വെട്ടി തുറന്നു പറയുന്ന സ്വഭാവം കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു ഞാൻ കണ്ണൂരിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തുറന്നു പറഞ്ഞു. അത് പണ്ട് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. രാത്രി RSS ആണ്, പകൽ കോൺഗ്രസ് ആണെന്നുള്ളത് പറഞ്ഞപ്പോൾ എനിക്ക് RSS പോകാൻ തോന്നിയാൽ ഞാനാണ് പോകുന്നതാണ്. അത് പറഞ്ഞതിനകത്ത് ഞാൻ കുറ്റം പറയുന്നില്ല. അതോടുകൂടി എല്ലാവരും പറഞ്ഞ അയാൾ RSS ചേരാൻ പോവുകയാണ്. ഞാൻ കാണുന്നത് RSSൽ ചേരാൻ തോന്നിയാൽ പോകും എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? തോന്നിയാൽ ഞാൻ പോകും, ഞാനത് മറച്ചു വെക്കില്ല, രഹസ്യമായിട്ട് വെക്കില്ല. ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കുറേ വിഷയങ്ങളുണ്ട്. സുധാകരൻ്റെ സതീഷനുമായിട്ടും KC വേണുഗോപാലുമായിട്ടൊക്കെ ഉള്ള കെമിസ്ട്രിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ചെന്നിത്തലയായിട്ടും വലിയ ലോകത്തിലല്ല. അങ്ങനെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത് അപമാനിക്കപ്പെട്ട് അങ്ങനെ നിഷ്കാസിതരായി എന്ന ഒരു ഫീലിംഗ് സുധാകരനുണ്ട്. സുധാകരൻ ഓർമ്മ ഉണ്ടല്ലോ അവസാന സമയത്ത് മാറ്റുന്നുള്ള പ്രചരണം ഇങ്ങനെ വന്ന സമയത്ത് എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാൻ പറ്റാണ്ട് ആരോഗ്യ പ്രശ്നം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മൂപ്പരെ പ്രൈവറ്റ് ജിമ്മിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ എടുക്കുക. എന്നിട്ട് കണ്ടില്ല എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ മാതിരി. ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് ഇനി നട്ടല് തകർന്ന് കിടന്നാലും പിന്നെ തലയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരതയുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് വിവേചന ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിക്ക് കൈകാര്യം ചെയ്യാം. കാരണം അതിന് പറ്റിയ സ്റ്റാഫ് ഉണ്ട്. അതാണ് ഒരു വശത്തുള്ളത്. അപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഈ ഒരു ജാഥ നടത്തിയിരുന്നു KPCC പ്രസിഡന്റ് ആകുമ്പോൾ. ഈ ജാഥ നടത്തിയ സമയത്താണ് സതീശൻ മൈക്ക് തട്ടിപ്പറിക്കുന്നത്. അപ്പോഴാണ് സതീശനും സുധാകരനും തമ്മിൽ പരസ്യമായിട്ട് പത്രക്കാരെ മുമ്പ് ക്ലാഷ് ഉണ്ടാവുന്നത്. വേറൊരു സമയത്ത് പിന്നെ സുധാകരൻ പിന്നെ സതീശനെ കാത്തിക്കുക, സതീശൻ വരുന്നില്ല. അപ്പോഴാണ് തെറി പറഞ്ഞു. എവിടെയാ ഈ ഇരിക്കുമ്പോൾ അൻ്റെപ്പാവായതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എവിടെ പോയി കിടക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു മൈക്കൊക്കെ ഓണാണെന്നാണ്. സുധാകരൻ പിന്നെ ഹൂ കെയേഴ്സ് എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ രീതിയിലുള്ള തോന്നിയാസം കാട്ടിയിട്ടുള്ള ഹൂ കെയേഴ്സ് അല്ല, പക്ഷേ ഹൂ കെയേഴ്സ് എന്നുള്ള മൈൻഡാണ്. കാരണം നെവർ മൈൻഡാണ്. കാരണം സുധാകരനെ സംബന്ധിച്ചിടത്തോളം അപ്പം തോന്നുന്നു അപ്പം വായിൽ വെച്ച് പറയും എന്നുള്ളതാണ്. പക്ഷേ സുധാകരൻ ജാഥ നടത്തിയപ്പോൾ അതിൽ സതീശൻ ഈക്വൽ സ്പേസ് കിട്ടാൻ വേണ്ടി ശ്രമിച്ചതുപോലെ സതീശൻ്റെ ഈ ജാഥയ്ക്കകത്ത് സണ്ണി ജോസഫ് ശ്രമിച്ചിട്ടില്ല. സതീശൻ തന്നെയാണ് ഐക്കോണിക് ഫേസ് ആയിട്ട് നിന്നിട്ട് ആ ജാഥ നയിച്ചത്. KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ തുല്യമായ ഒരു പങ്കാളിത്തവും പ്രാതിനിധ്യവും ഒരു വിസിബിലിറ്റിയും ഒരു പിന്നെ ബൂസ്റ്റിങ്ങും ഒരു ഹൈലൈറ്റിങ്ങും സണ്ണി ജോസഫിന് കിട്ടിയിട്ടില്ല. ഹി ഡിസേർവ്ഡ് ഇറ്റ് ആസ് എ KPCC പ്രസിഡന്റ്. അപ്പോൾ സതീശൻ്റെ ആ ഒരു സാധനം, ആ ഒരു വ്യക്തിപരത, പിന്നെ ആ ഒരു വളരെ കണ്ണിങ് ആയിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇവരോട് എല്ലാവരും കൂടി ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാതിരിക്കുകയും പിന്നെ സ്നേഹിച്ച് നക്കിക്കൊല്ലുന്ന പരിപാടിയാണ് KC വേണുഗോപാലും മല്ലികാർജ്ജുൻ ഖാർഗെ ഒക്കെ കൂടി വിളിച്ചിട്ട് രാഹുൽ ഗാന്ധിയെ കൂടി വിളിച്ചിട്ട് മെല്ലെ നൈസായിട്ട് മൂപ്പരെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നത്. പിന്നീട് ഈ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വികാരമാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഈ ഒരു കോഴിക്കോട്ട് ഏരിയ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. സുധാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കിടയിൽ മുസ്ലിം ലീഗുകാർക്കിടയിൽ ഒരു വികാരമാണ്. കാരണം ഒരു പോരാളി എന്നുള്ള ഒരു വികാരമുണ്ട്.
അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന ആളാണ്. മൂപ്പരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ ഏറെക്കുറെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അതിപ്പോൾ പ്രഖ്യാപിക്കില്ല. ഇപ്പം തന്നെ ആ ഒരു സൂചന പുറത്തേക്ക് കൊടുത്തിട്ടില്ല. എനിക്ക് വളരെ രഹസ്യമായിട്ട് കിട്ടിയത് ഞാൻ ഈ വാർത്ത ചെയ്തതിന് ഇപ്പം ഇത് കഴിയുമ്പം പിന്നെ സ്റ്റോറി ചെയ്തതിന് എന്തായാലും എനിക്ക് വിളിയും വരും, എന്നോട് ചിലർ പരിഭവവും പറയും. ഈ വളരെ രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരമാണ്. കാരണം കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ നിൽക്കും. പക്ഷേ കണ്ണൂർ മണ്ഡലം പിടിക്കണമെന്നുണ്ടെങ്കിൽ കടന്നപ്പള്ളി ഇനിയും ആ ചീകാത്ത മുടിയും കൊണ്ട് ഈ വയസ്സുകാലത്ത് ഇനിയും പോയി നിൽക്കാന്ന് പറഞ്ഞത്. നീച്ചിക്കാൻ ആരോഗ്യമില്ല. എ കെ ശശീന്ദ്രന് വയസ്സുകാലത്ത് ഇനിയും പോയി നിൽക്കണം എന്ന് പറയുന്നത് ഇടത്തൂര്. എ കെ ശശീന്ദ്രനെതിരെ വലിയ പടയൊരുക്കുണ്ട്. CPM സീറ്റ് ഏറ്റെടുത്താൽ അവർക്ക് നല്ലത്. ശശീന്ദ്രൻ്റെ കാര്യം നിർത്തിക്കഴിഞ്ഞാൽ ബാധ്യതയാണ്. ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ഒന്നിനും കൊള്ളാത്ത ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ശശീന്ദ്രൻ. ഗണേശൻ പിന്നെ കഴിവുണ്ടെന്നുണ്ടെങ്കിലും കഴിവ് കുറച്ച് കൂടിപ്പോയി. വേണ്ടാത്ത വിഷയത്തിൽ കുറച്ച് കഴിവ് കൂടിപ്പോയി. വിഷയാസക്തനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത്തരം വിഷയാസക്തിയുള്ള ആളുകൾ, അത്തരം ഞരമ്പ് രോഗമുള്ള ആൾക്കാരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരം സീറ്റുകൾ പത്തനാപുരാണെങ്കിലും എലത്തൂരാണെങ്കിലും ഒക്കെ CPM ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കുന്ന പല സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുക്കണം. അങ്ങനെ മുഖ്യ പാർട്ടികൾ പ്രധാനമായും ചെറുകിട പാർട്ടികളുടെ സീറ്റ് കച്ചവടങ്ങൾ പൊളിക്കുന്ന രീതിയിലേക്ക്, ഇപ്പോൾ ആ സീറ്റുകൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ കേരള രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ കണ്ണൂരിൽ ഇദ്ദേഹം അവസാനം വന്ന് പ്ലേസ് ചെയ്യപ്പെടും. കണ്ണൂരിൽ സുധാകരൻ നിന്നാൽ, കാരണം പേരാവൂരിൽ ശൈലജ ടീച്ചറാണ് സണ്ണി ജോസഫിനെതിരെ നിൽക്കുന്നത്. അപ്പോൾ CPM ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ശൈലജ ടീച്ചർ ഒരു കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ്, കോൺഗ്രസ് കേരളം പിടിക്കാൻ നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് പോയിട്ട് ശൈലജ ടീച്ചറെ പോലെയുള്ള പിന്നെ വളരെ ജനപ്രീതിയുള്ള ഒരു ടീച്ചറമ്മായെന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ പോയിട്ട് മത്സരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിനെ മറികടക്കാനും കണ്ണൂരിൽ വീണ്ടും, അതായത് ഇവർക്ക് പൊളിറ്റിക്കൽ ഇംബാലൻസ് ഉണ്ടാവുന്നതിനെ തിരിച്ചു പിടിക്കാനും UDF ഒരു പിന്നെ മൈലേജ് ഉണ്ടാക്കിയെടുക്കാനും കണ്ണൂർ മണ്ഡലത്തിൽ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം സഹായകരമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നാൽ സുധാകരൻ പിന്നെ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനത്തുണ്ടാവും, പ്രധാനപ്പെട്ട ഒരു മന്ത്രി സ്ഥാനത്ത് തന്നെ ഉണ്ടാവും. CM ആവണം എന്നൊക്കെ മൂപ്പർക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒന്ന് വണ്ടിയിലൊക്കെ കയറ്റി കുറച്ച് ആൾക്കാരൊന്ന് പിരികേറ്റിക്കാണ്ട് ഇടയ്ക്ക് ഷാഫി മാങ്കൂട്ടത്തിലും കൂടി മൂപ്പരെ മുഖ്യമന്ത്രി ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് ജയന്തിനൊക്കെ കൂട്ടിയിട്ടൊന്ന് പിരികേറ്റാൻ നോക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് പറഞ്ഞത് രാഹുലോ ഓൻ പാവം കുട്ടിയാണോ, ഓൻ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ പിന്നീട് മൂപ്പർ കയ്യിൽ ഗിൽറ്റ് ഉണ്ടായിരുന്നു. ഗിൽറ്റ് ഉണ്ട് എന്നുള്ളത് മൂപ്പര് പ്രതാപനെടുത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് പ്രതാപം മൂപ്പരെ വിളിച്ചിട്ട് സുധാകരേട്ടാ നിങ്ങളിങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം TN പ്രതാപനെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായിരുന്നാലും പിന്നെ മലബാറിലെ ഒരു പൊളിറ്റിക്കൽ സിനേറിയോയ്ക്കകത്ത് വലിയ മാറ്റം ഉണ്ടാവും. ഇലക്ഷൻ്റെ ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയും. പക്ഷേ സുധാകരനെ സ്ഥാനാർത്ഥിയായിട്ട് അവസാന ലിസ്റ്റിലെ പ്രഖ്യാപിക്കുകയുള്ളൂ. കാരണം ആദ്യം പ്രഖ്യാപിച്ച ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾക്കൊക്കെ നിയമസഭയ്ക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ MP മാരും വരും. അതേമാതിരി തന്നെ പല നിയമസഭാ മണ്ഡലങ്ങളിലും MP അവർക്ക് മത്സരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് കോൺഗ്രസ് ഇപ്പോൾ കണ്ടുവച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ട് തങ്ങളെ നോമിനികളെ തിരികെ കയറ്റാനുള്ളത് വരും. അപ്പോൾ വീണ്ടും ഒരു ഷഫ്ലിംഗ് നടക്കും. പിന്നെയും അയച്ചെന്ന് 1-ാം ഘട്ടം തൊട്ട് ഈ പണി തുടങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം പ്രഖ്യാപനം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും കെ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കും. അങ്ങനെ ഒരു ബ്രിഗേഡിയർ കേരളത്തിൻ്റെ നിയമസഭയിലുണ്ടാവും. മന്ത്രി ആവുമല്ലേ എന്നുള്ളതൊക്കെ UDF ഭരണം കിട്ടുമല്ലേ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. തമ്മിൽ തല്ലിയിട്ട് അതിൻ്റെ മുമ്പ് തന്നെ തീരുമാനമാക്കി കഴിഞ്ഞാൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോണില്ല. മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ ജനം വോട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ വോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടെങ്കിൽ അത് അവർ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്ക് വോട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തന്നെ തുടരുന്ന സ്ഥിതിയെത്തും. എന്തായിരുന്നാലും കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ അല്ല ആരും നിന്നിട്ടും കാര്യമില്ല. കെ സുധാകരൻ നിൽക്കുകയാണെങ്കിൽ കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് ഈസി വാക്ക് ഓവറിൽ അവിടെ നിന്ന് ജയിച്ചു പോരും. കണ്ണൂരിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ നമുക്കറിയാം. ലോക്സഭയിൽ സുധാകരൻ 2024 നേടിയ വോട്ടിൻ്റെ ലീഡ് നമുക്കറിയാം, കണക്കുകൾ അറിയാം. ആ ലീഡ് എന്ന് പറഞ്ഞാൽ ധർമ്മടത്ത് വരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് പിന്നെ പോയത്. അപ്പോൾ അത്രയും പിന്നെ ഒരു സുധാകരൻ ഫാക്ടർ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ കേരള നിയമസഭയിൽ എന്തായിരുന്നാലും ഈ നിയമസഭയ്ക്കകത്ത് ഒരു ബ്രിഗേഡിയർ ഉണ്ടാവും എന്നുള്ളത് മാത്രം നമുക്ക് ഉറപ്പിച്ച് പറയാം.